ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഞാൻ അതുല്യ രവീന്ദ്രൻ. അപ്പോൾ നമുക്ക് ഇൻഡോറിലായാലും ഔട്ട്ഡോറായാലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പീസ് ലില്ലീസ്. അപ്പം ഇന്നത്തെ വീഡിയോ പീസ് ലില്ലിനെ കുറിച്ചാണ്. അതായത് ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ എൻ്റെ ആകെ ഒരു 2 ടൈപ്പ് പീസ് ലില്ലിയാണ് ഉണ്ടായിരുന്നത്. അതൊരിക്കൽ ഞാൻ നോക്കുമ്പോൾ ആകെ വാടി ഒരു ഉഷാറില്ലാണ്ട് നിൽക്കുന്നു. അപ്പം നോർമലി എന്താ ചെടികൾ വാടി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അതിന് വെള്ളം ഇല്ലാണ്ടാവുന്നല്ലേ. അപ്പം ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു എൻ്റെ പീസ് ലില്ലിക്ക് വെള്ളം ഒഴിക്കാണ്ടാവുന്നത്. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നോക്കി, എന്നിട്ടും ഒരു രക്ഷയില്ല. അതെന്താ പറയുക, അങ്ങനെ തന്നെ വാടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ പീസ് ലില്ലിനെ രക്ഷിച്ചെടുക്കാൻ നോക്കി. അങ്ങനെ രക്ഷിക്കണതിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള പീസ് ലില്ലികളാണ് ഈ ഇരിക്കുന്ന പീസ് ലില്ലീസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടു, ഇതുമ്പോൾ പൂണ്ടായിട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് എന്നും ഇതിൽ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പീസ് ലില്ലികൾ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളും ഈ ടൈപ്പ് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ പീസ് ലില്ലിയിൽ ഞാൻ രക്ഷിച്ച സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പീസ് ലില്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു ചെടിയാണ് പീസ് ലില്ലി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയാലും ഔട്ട്ഡോർ പ്ലാന്റ് ആയാലും നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി വളർത്താവുന്ന ഒരു ചെടിയാണ് പീസ് ലില്ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ പീസ് ലില്ലിക്ക് മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് റൂട്ട് ബൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പീസ് ലില്ലി ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഗ്രാജ്വലി നമ്മൾ റീപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റീപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ചട്ടിയിൽ അതിൻ്റെ വേര് തിങ്ങി നിറഞ്ഞു നിൽക്കും. അങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നിട്ട് വേരുകൾക്ക് പിന്നെയും വളരാനായിട്ട് സ്ഥലമില്ലെങ്കിൽ ആ ചെടി എന്ത് ചെയ്യും, അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ആ ചെടി നശിക്കാനായിട്ട് തുടങ്ങും. അപ്പം അതാണ് പീസ് ലില്ലിയുടെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ പീസ് ലില്ലി വളർത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെന്ത് ചെയ്യുക, ഗ്രാജ്വലി നമ്മളതിനെ റീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം ഒരു ചെറിയ പോട്ടിൽ നടുക, എന്നിട്ട് ആ ചെറിയ പോട്ട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളതിൻ്റെ കുറച്ചും കൂടി സൈസുള്ള പോട്ടിലേക്ക് നടുക. അങ്ങനെ എന്താ പറയുക, ഫ്രീക്വൻ്റ്ലി ഉള്ള റീപ്പോർട്ടിങ് വേണ്ട ഒരു ചെടിയാണ് പീസ് ലില്ലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ 3 മാസം മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ഒരു ചെടി റൂട്ട് ബൗണ്ട് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് 3 സിംറ്റംസ് ഉണ്ടാവും. ഒന്നാമത്തെ സിംറ്റം, നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ വാടി നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ മണ്ണ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ അത് റൂട്ട് ബൗണ്ട് ആകാം അതിൻ്റെ കാരണം. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടും പെട്ടെന്ന് തന്നെ ചെടികൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാടിപ്പോവാണ്. അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും അതങ്ങനെ വാടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് റൂട്ട് ബൗണ്ട് വന്നിട്ടായിരിക്കാം. രണ്ടാമത്തത്, നമ്മുടെ ചട്ടിയുടെ താഴെ ഹോൾസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഹോൾസിൽ കൂടെ ഒരുപാട് വേരുകൾ പുറത്തേക്ക് തള്ളി വരുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം, ചിലപ്പോൾ വേരുകളൊക്കെ അതിൽ തിങ്ങി നിറഞ്ഞിട്ടായിരിക്കണം എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത്, ആ ചെടികളുടെ സർഫസിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൽ നിറയെ കുഞ്ഞേ വേരുകൾ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെടി റൂട്ട് ബൗണ്ടായി എന്നാണ്. ഇതാണ് നമ്മുടെ റൂട്ട് ബൗണ്ടായ ചെടിയുടെ 3 ലക്ഷണങ്ങൾ. അപ്പോൾ നമ്മൾ പിന്നെ ഇത് മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ വേരുകളെല്ലാതും ലൂസനാക്കണം. അങ്ങനെ ലൂസനാക്കാൻ വേണ്ടിയിട്ട് ആ ചെടി അങ്ങനെ തന്നെ നമ്മുടെ ചട്ടിയിൽ നിന്ന് പുറത്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ആ ഒരു പീസ് ലില്ലിയിൽ ഒരുപാട് തൈകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പല ചെടികളാക്കിയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചധികം വേരുകൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, വെട്ടി മാറ്റി അതിൻ്റെ ഉള്ളിലത്തെ മണ്ണൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ആ വേരുകളെല്ലാതും ഒന്ന് ലൂസായിരിക്കുന്ന പരുവത്തിലാക്കുക. അതാണ് ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഈ ഒരു ചെടി എന്ന് പറയണത് അത്രയും റൂട്ട് ബൗണ്ട് ആയിട്ടുള്ള ചെടികളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരൊറ്റ ചെടിയായിട്ട് വയ്ക്കുന്നില്ല. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് ഈ ചെടീനെ ഇവിടെ വയ്ക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറയണത്, ഇതിൽ എത്രത്തോളം തൈകൾ എനിക്ക് എടുക്കാൻ പറ്റുന്നു അത്രത്തോളം തൈകളെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വല്ല കത്തിയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും സാധനങ്ങളോ ഉപയോഗിച്ച് അതിൻ്റെ മണ്ണും അതുപോലെ തന്നെ വേരുകളും മുറിച്ചെടുക്കാം.
ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് തോന്നും, അയ്യോ ഇത്രയധികം വേരുകളൊക്കെ ഞാൻ എന്താ പറയുക പറിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. കാരണം ഇവിടെ നമ്മുടെ പ്രശ്നം വേരുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കുറച്ച് വേരുകളൊക്കെ നമ്മൾ അതിൽ നിന്ന് വെട്ടിക്കളയണത് പുതിയ പുതിയ വേരുകൾ അതിന് വരാനായിട്ട് ഹെൽപ്പ് ചെയ്തോളും. മെയിനായിട്ടുള്ള വേരുകൾ മുറിച്ച് കളയാണ്ടിരുന്നാൽ മതി. അതിൻ്റെ സൈഡിലേക്ക് വളർന്ന് നിൽക്കുന്ന എക്സ്ട്രാ വേരുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മുറിച്ച് കളഞ്ഞിട്ട് അതിനെ നല്ലൊരു ചട്ടിയിൽ പുതിയൊരു പോട്ടി മിക്സിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പുതിയ പുതിയ വേരുകൾ വന്ന് നമ്മുടെ ചെടി നല്ല ഒരു ഭംഗിയിലാവും. പിന്നെ എൻ്റെ വേറെ കുറച്ച് പീസ് ലില്ലി കൂടി ഉണ്ട്. റൂട്ട് ബൗണ്ട് ആയിട്ടുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ പീസ് ലില്ലീസും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. പ്രൊപ്പഗേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം. ഇത്തരത്തിലുള്ള പ്രൊപ്പഗേഷന് നമ്മൾ പ്രൊപ്പഗേഷൻ ബൈ ഡിവിഷൻ എന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് പീസ് ലില്ലീസിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഈ ചെടികളും അങ്ങനെ വാടി നിൽക്കുന്ന ചെടികളൊന്നുമല്ല. ഞാൻ എന്തായാലും ഈ ചെടികളും കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ആദ്യം കാണിച്ച ചെടിയുടെ പോലെയാവും. കാരണം ഇത് രണ്ടും തന്നെ നല്ല രീതിയിൽ റൂട്ട് ബൗണ്ട് ആയിട്ടുള്ള ചെടികളാണ്. അപ്പം ഇതിൻ്റെയും നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ചെറിയ ചെറിയ അളപ്പുകൾ എന്താ പറയുക പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ പീസ് ലില്ലീസ് എല്ലാതും ചെറിയൊരു ചട്ടിയിലാക്കി നട്ടു. അങ്ങനെ ആ ഒരു 2 പീസ് ലില്ലിൽ നിന്ന് എനിക്ക് ഒരുപാട് പീസ് ലില്ലീസ് കിട്ടി. അപ്പം ആ ഇരിക്കുന്ന പീസ് ലില്ലീസാണ് ഇവിടെ എല്ലാതും കാണുന്നത്. ഒരുപാട് പീസ് ലില്ലീസ് എനിക്ക് കിട്ടി. അതിലെല്ലാവരും ഇത് നല്ല രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വൈറ്റ് കളേഴ്സിലുള്ള പൂക്കളും ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീസ് ലില്ലിയിൽ പൂക്കൾ വരില്ല. നല്ല രീതിയിലുള്ളൊരു സൺലൈറ്റ് കിട്ടിയാൽ മാത്രമാണ് പീസ് ലില്ലിയിൽ ഇങ്ങനത്തുള്ള പൂക്കൾ വരുള്ളൂ കേട്ടോ. പൂക്കൾ വരാനായിട്ട് ഒരു ടിപ്പേ ഉള്ളൂ. പീസ് ലില്ലിന് നല്ല ഓവറായിട്ടുള്ള സൺലൈറ്റ് അല്ല, എന്നാലും അതിനൊരു മിതമായ രീതിയിൽ രാവിലെ ഒരു 4 മണിക്കൂറെങ്കിലും ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് പീസ് ലില്ലിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീസ് ലില്ലിൽ എന്തായാലും പൂക്കൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ലൈറ്റ് കുറയുമ്പോഴാണ് അതിൻ്റെ പൂക്കൾ കുറയുന്നത്. ഇനി പൂക്കൾ വേണ്ട, നിങ്ങൾക്ക് എന്താ പറയുക ഇലകളാണ് ഇഷ്ടം, ഇൻഡോറിൽ വയ്ക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പീസ് ലില്ലിനെ അകത്ത് കൊണ്ടുവച്ചോളൂ. കാരണം വളരെ ലോ ലൈറ്റിൽ പോലും സർവൈവ് ചെയ്യാൻ കഴിയുന്ന ചെടികളാണ് ഈ പീസ് ലില്ലീസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടല്ലോ പീസ് ലില്ലീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അതിന് പ്രൊപ്പഗേഷനും കറക്റ്റായിട്ടുള്ള റീപോർട്ടിങ്ങും അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ചട്ടിയിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക. എനിക്കറിയാം വളരെ ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി പീസ് ലില്ലീസ് ഒരുപാട് ഇലയായിട്ട് നിൽക്കണം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഭംഗി കണ്ടിട്ട്. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ലഷായിട്ട് നിൽക്കുന്ന പീസ് ലില്ലിനെ ഒരുപാട് കാലം അങ്ങനെ വെക്കാനായിട്ട് പറ്റില്ല. അതിനെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് കുഞ്ഞു ചെടികളായിട്ട് നമുക്ക് വെക്കുക. അപ്പോൾ ആ ചട്ടികൾ നിറഞ്ഞു വന്ന് അതിലും ലഷായിട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് 2 കാര്യമുണ്ട്. പീസ് ലില്ലിനെ നമുക്ക് റൂട്ട് ബൗണ്ടിൽ നിന്ന് സേവ് ചെയ്യാനും പറ്റും. ഒപ്പം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് ചെടികളും കിട്ടും. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അതിനെ ഡിവൈഡ് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെ ലഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പോട്ടിൽ നിന്നും കുറച്ചും കൂടി ഒരു ബിഗ്ഗർ പോട്ടിലേക്ക് വെക്കാം. അല്ലെങ്കിൽ മണ്ണിൽ നട്ടു കൊടുക്കാം. മണ്ണിലാവുമ്പോൾ പിന്നെ പോട്ടിൻ്റെ ഒരു ബൗണ്ടറിയുടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ, നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വന്നോളും. ഇപ്പം എൻ്റെ ഞാൻ ഓൾറെഡി ഒരു വലിയ ചട്ടിയിലാണ് ആ പീസ് ലില്ലി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലും ബിഗ്ഗർ പോട്ട്സ് എൻ്റെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെടികളാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഇത്രയ്ക്കുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ.